സൂറത്ത് അഹ്സാബിലെ 26-ാമത്തെ ആയത്താണ് തുടർന്ന് ജബ്ബാർ കൈകാര്യം ചെയ്യണത്. ആയത്ത് ഇങ്ങനെയാണ്: വഅൻസലല്ലദീന ളാഹറൂഹും മിൻ അഹ്ലിൽ കിതാബി മിൻ സയാസീഹിം വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ ഫരീഖൻ തഖ്തുലൂന വതഅ്സിറൂന ഫരീഖാ. വേദക്കാരിൽ ശത്രുക്കളെ, അതായത് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള അഹ്സാബ്, ആ സൈന്യത്തെ സഹായിച്ചിട്ടുള്ള, സഖ്യസേനയെ സഹായിച്ചിട്ടുള്ള ആളുകളെ മിൻ സയാസീഹിം, അവരുടെ കോട്ടകളിൽ നിന്ന് അള്ളാഹു ഇറക്കി വിട്ടു. വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ, അവരുടെ ഹൃദയങ്ങളിൽ അവൻ ഭീതി ഇട്ടുകൊടുക്കുകയും ചെയ്തു. ഫരീഖൻ തഖ്തുലൂന വതഅ്സിറൂന ഫരീഖാ, ഒരു കൂട്ടരെ നിങ്ങൾ കൊല്ലുന്നു, മറ്റൊരു കൂട്ടരെ നിങ്ങൾ ബന്ധിതരാക്കും. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇവിടെ ഈ ആളുകളെ കൊല്ലുകയും ബന്ധികളാക്കുകയും ബന്ധിതരാക്കുകയും ചെയ്തിട്ടുള്ളതിൻ്റെ കാരണം എന്താണ് എന്ന് ഖുർആന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശത്രുക്കളെ അവർ സഹായിച്ചു, സഖ്യസൈന്യത്തെ അവർ സഹായിച്ചു എന്നതാണ്. എന്ന് പറഞ്ഞാൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നേരത്തെ ഉണ്ടാക്കിയിരുന്ന കരാർ ലംഘിക്കുകയും ആ കരാറിന് വിരുദ്ധമായി ശത്രുസേനയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അവരോട് കൂറ് പുലർത്തുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തതാണ് കാരണം. ബനൂ ഖുറൈളയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ബനൂ ഖുറൈളയിലെ 600, 700, 900 പല റിപ്പോർട്ടുകളുണ്ട് ആളുകളെ കൊന്നതാണ് ഇവിടെ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് വലിയ പ്രയാസമായി തീർന്നിട്ടുള്ളത്. അതങ്ങനെ വരുള്ളൂ. കാരണം സത്യസന്ധതയ്ക്ക് സത്യസന്ധത തീരല്ലാത്ത, വസ്തുതക്കും സത്യത്തിനും വില കൽപ്പിക്കാത്ത ആളുകൾ അവരെപ്പോഴും കുറ്റവാളികളുടെ കൂടെ ഉണ്ടാവുക. ഇവിടെ ബനൂ ഖുറൈളക്കാർ ചെയ്തതെന്താണ്? ജബ്ബാർ പറഞ്ഞത് അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ നബിയുമായി ഉണ്ടാക്കിയ കരാറാണ്. ആ കരാറ് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന കരാറാണ് എന്ന് മാത്രമല്ല, ബനൂ നദീറിൻ്റെ നേതാവായിരുന്ന ഹുയൈജ് ബിൻ അഖ്തബ് കരാറ് ലംഘിച്ചുകൊണ്ട് സഖ്യസേനയുടെ കൂടെ കൂടാൻ വേണ്ടി ബനൂ ഖുറൈളയുടെ നേതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹുയൈജ് ബിൻ അഖ്തബിന് കൊടുത്ത മറുപടി അതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ മുഹമ്മദുമായിട്ട് കരാറിലാണുള്ളത്, മുഹമ്മദിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു ശല്യം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ കരാർ ലംഘിക്കാൻ സന്നദ്ധനല്ല, താങ്കളെ എനിക്ക് കാണേണ്ടതില്ല എന്നാണ് ഹുയൈജ് ബിൻ അഖ്തബ് ബനൂ ഖുറൈളയുടെ നേതാവുമായിട്ട് സംസാരിക്കാൻ വന്ന ആദ്യഘട്ടത്തിൽ ഇയാളുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. പിന്നെ ഹുയൈജ് ബിൻ അഖ്തബ് അവിടുന്ന് വിട്ടുപോവാതെ അയാളുടെ വാതിൽക്കൽ തന്നെ ചടഞ്ഞിരുന്ന് അയാളെ നിർബന്ധിച്ച്, താങ്കൾക്ക് ഇതിനാൽ വന്നു ചേരുന്ന ഏത് ശിക്ഷയും താങ്കളെപ്പോലെ ഏറ്റുവാങ്ങാൻ ഞാനും സന്നദ്ധനാണ് എന്ന് പറഞ്ഞ് ഇയാളെ നിർബന്ധിച്ചിട്ട് കരാറ് ലംഘിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കരാറ് ലംഘനത്തിലൂടെ ഇവിടെ നടക്കണത് എന്താണ്? ഇവർ മദീനയുടെ ഉൾഭാഗത്ത്, അതായത് കിടങ്ങിൻ്റെ മദീനയുടെ ഉൾഭാഗത്താണ് ഉണ്ടായിരുന്നത്, മറ്റവർ കിടങ്ങിൻ്റെ പുറത്താണ്. അപ്പോൾ ഉള്ളിലുള്ള ശത്രുവാണ് പുറത്തുള്ള ശത്രുവിനേക്കാൾ അപകടം ചെയ്യാന്നുള്ളത് അറിയാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ശത്രു സഖ്യസൈന്യത്തിന് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആയുധവും വാഹനവും ഒക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൂതന്മാർ ബനൂ ഖുറൈള നായകനെ ചെന്ന് കാണുകയും അയാളോട് കരാർ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അയാൾ യാതൊരു മാന്യതയില്ലാതെ ആ കരാറ്, അങ്ങനെ ഒരു കരാറ് ഞങ്ങൾ തമ്മിലില്ല എന്ന് പറഞ്ഞ് അത് തട്ടിക്കയറാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറേ തെറി പറയുകയും ചെയ്തു. ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. മാനം മര്യാദക്ക് കരാറുമായിട്ട് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഈ ഒരു അപകടം ഉണ്ടാവില്ല ഇനി. അപ്പോൾ ഈ ഒരു കരാർ ലംഘനത്തിലൂടെ ഇവർ ചെയ്തിട്ടുള്ള രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം അതാണല്ലോ അവിടെ നടന്നിട്ടുള്ളത്. ഇത് ജബ്ബാർ വല്ലാതെ പറയാറുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങൾ ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കാം? സ്വന്തം നാട്ടിൻ്റെ ഉള്ളിലിരുന്നിട്ട് അതിന് പുറമുള്ള ശത്രുക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ജനാധിപത്യ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ശത്രുക്കളെ എന്താണ് ജനാധിപത്യ രാജ്യം ചെയ്യാം? അവരെ പട്ടും വളയൊക്കെ നൽകിയിട്ട് ആദരിക്കുകയാണോ ചെയ്യുക? അതോ അവരെ ശിക്ഷിക്കുകയാണോ ചെയ്യുക? ഇതാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഏത് ജനാധിപത്യ രാജ്യവും അത്തരം ആളുകളെ ശിക്ഷിക്കും, അവരെ യമപുരിക്ക് അയക്കുകയും ചെയ്യും. അതാണ് ചെയ്യുക. അതേ ഇവിടെ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അന്യായമായിട്ട് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, സഖ്യസേന പിന്തിരിഞ്ഞു പോയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ കോട്ട വളയുണ്ട്, ബനൂ ഖുറൈളയുടെ കോട്ട വളഞ്ഞു. ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ നേരത്തെ കരാറ് ലംഘിച്ച നേതാവ് അയാൾ തൻ്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് എന്നതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ 3 സംഗതിയാണ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, ഇസ്ലാം സ്വീകരിക്കുക, എന്നാൽ രക്ഷപ്പെടാം. അപ്പോൾ അത് അനുയായികൾ അംഗീകരിച്ചില്ല. എന്നാൽ നാളെ അടുത്ത ദിവസം ശനിയാഴ്ചയാണ്, ശനിയാഴ്ച നമ്മൾ യുദ്ധം ചെയ്യും എന്ന് അവർ ഓർക്കുകയില്ല, ചെയ്യില്ല എന്നാണ് അവർ വിചാരിക്കുക. അതുകൊണ്ട് ഓർക്കാപ്പുറത്ത് അവരെ നമ്മൾക്ക് കടന്നാക്രമിക്കാം, അങ്ങനെ നമ്മൾക്ക് വിജയിക്കാം എന്ന് പറഞ്ഞു. അതും അവർ അംഗീകരിച്ചില്ല. മൂന്നാമത്തെ സംഗതി പറഞ്ഞിട്ടുള്ളത് നമ്മൾ പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒക്കെ ആദ്യം കൊന്നിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് യുദ്ധത്തിന് വരിക. അതും സ്വീകരിച്ചില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇയാളെക്കാൾ, അതായത് ബനൂ ഖുറൈളയുടെ നായകനേക്കാൾ ഇതിൽ വാശിയുള്ള, കരാർ ലംഘനത്തിൽ പങ്കെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനോട് കൂറ് പ്രഖ്യാപിച്ചിട്ടുള്ള, മദീനയെ കടന്നാക്രമിക്കാൻ സഖ്യസൈന്യത്തിന് സഹായം നൽകാമെന്ന് ഏറ്റിട്ടുള്ള ഈ ഒരു സമീപനം അത് വേണ്ടത് തന്നെയായിരുന്നു, അതാണ് ശരി, അല്ലെങ്കിൽ അതാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഈ ബനൂ ഖുറൈള ഗോത്രത്തിലെ അല്പം പ്രായപൂർത്തിയൊക്കെ എത്തി യുദ്ധത്തിന് ഉള്ള ആളുകളൊക്കെ, യുദ്ധത്തിന് സാധ്യതയുള്ള ആളുകളൊക്കെ സമ്മതിച്ചു എന്നാണ്. ഒരു കാര്യത്തിൽ, ഒരു തെറ്റിൽ ഒരാൾ ആണ് ആ തെറ്റ് ചെയ്യണമെങ്കിൽ അയാൾ മാത്രമേ ശിക്ഷിക്കുള്ളൂ. അതേ അവസരം ഒരു സമൂഹം തന്നെ ആ തെറ്റ് ചെയ്താൽ അവരെ വെറുതെ വിടുക എന്നതാണോ നിയമം ചെയ്യുക? ഇതാണ് ഇവിടെ പരിശോധിക്കാനുള്ളത്. അവിടെ നിയമം എല്ലാവരെയും പിടികൂടുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബനൂ ഖുറൈളയിലെ മീശ മുളച്ച പ്രായപൂർത്തി എത്തിയിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ ഇയാളുടെ കരാർ ലംഘനത്തെയും ശത്രുക്കൾക്ക് ഒത്താശ ചെയ്തതിനെയും അനുകൂലിച്ചു. അപ്പോൾ അവരൊക്കെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് അതിലൂടെ വളരെ വ്യക്തമായി ബോധ്യമാകുന്ന സംഗതിയാണ്. ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിലാണ് ഈ ആളുകളെ, അതായത് പ്രായപൂർത്തി എത്തിയിട്ടുള്ള ആളുകളെയൊക്കെ കളയണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഈ തീരുമാനം എടുത്തതാരായിരുന്നു? അതും പരിശോധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ? ആദ്യം അവർ അബൂലുബാബയെ അയക്കാൻ പറഞ്ഞു. അബൂലുബാബയോട് അവർ അഭിപ്രായം ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം അനുസരിച്ച് ഇറങ്ങുക എന്നതാണ് അദ്ദേഹം അവരോട് പറഞ്ഞത്. ആ കൂട്ടത്തിൽ അദ്ദേഹം തീരുമാനം എന്തായിരിക്കും എന്ന് ആംഗ്യത്തിലൂടെ കാണിച്ചു.
കൊന്നു കളയാന്നുള്ളതാണ്. അദ്ദേഹം അത് താൻ ചെയ്തൊരു വഞ്ചനയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പിന്നെ നബിയെ കണ്ടില്ല. മദീനത്ത് മസ്ജിദ് നബവിയിൽ പോയിട്ട് അവിടെ ആ തൂണിൽ തന്നെ സ്വയം ബന്ധിച്ച് അവിടെ കഴിഞ്ഞുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിട്ടയച്ചാൽ ഇനി ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അവർ ആവശ്യപ്പെട്ടത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അവരുടെ തന്നെ സഖ്യകക്ഷിയായിരുന്ന ഔസ് ഗോത്രത്തിൻ്റെ നേതാവായിരുന്ന സഅദ്. ആ സഅദിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ സഅദ് വന്നു രണ്ട് പക്ഷത്തോടും. അതായത് ബനൂ ഖുറൈളക്കാരോട് ചോദിച്ചു, ഞാനെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ? അവരംഗീകരിക്കാമെന്ന് പറഞ്ഞു. ഞാനെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ കഴിയുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു. നബിയോട് ചോദിച്ചു പറഞ്ഞാൽ നബിയുടെ നേർക്കുനേരെ നബിയുടെ മുഖത്ത് നോക്കി അല്ല അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, ഈ ഭാഗത്തുള്ളവർ സ്വീകരിക്കുക എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് അംഗീകരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം തീരുമാനം പറയുന്നത്, പ്രായപൂർത്തി എത്തിയ യുദ്ധത്തിന് കഴിവുള്ള ആളുകളൊക്കെ കൊല്ലാം. കാരണം അവർ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകളെയും കുട്ടികളെയും ബന്ധിതരാക്കുക. ഇത് ആ കാലഘട്ടത്തിൽ എന്നല്ല, എല്ലാ കാലഘട്ടത്തിലും യഹൂദ സമൂഹം അവരുടെ ബൈബിൾ അനുസരിച്ച് അവരുടെ പഴയ നിയമം അനുസരിച്ച് ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ അവരുടെ നിയമം അനുസരിച്ച് തന്നെയാണ് അവർക്ക് ശിക്ഷ കൊടുത്തിട്ടുള്ളത് എന്നാണ് വരിക. ആ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ നടപ്പിൽ വരുത്തി എന്നുള്ളതാണ്. ഇവിടെ യാതൊരു അസാംഗത്യവും ഇല്ല. ഏത് രാഷ്ട്രവും പൗരാണിക രാഷ്ട്രങ്ങളായാലും രാജാധിപത്യ രാജ്യങ്ങളായാലും ആധുനിക ജനാധിപത്യ മതേതര രാഷ്ട്രങ്ങളായാലും ഒക്കെ ചെയ്യുന്ന സംഗതിയാണ്. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ ആരായിരുന്നാലും അവരെ ശിക്ഷിക്കുക എന്നുള്ളത്. ഇതാണ് ഇവിടെ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഇതാണ് ജബ്ബാറിനും ആളുകൾക്കും ദഹിക്കാതെ പോയിട്ടുള്ളത്. അവർക്ക് ദഹിക്കുന്നില്ല എന്നതുകൊണ്ട് ഒരു സംഗതി വസ്തുതയാവാതിരിക്കുകയോ യാഥാർത്ഥ്യമാകാതിരിക്കുകയോ ചെയ്യില്ല. നിയമം അതിൻ്റെ വഴിക്ക് പോവും. ജബ്ബാറും കൂട്ടരും അവരുടെ വഴിക്കും പോകും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.